അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ പാരമ്പര്യ ചികിത്സാലയം ഷമീർ ഉസ്താദ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ജാതിമത ഭേദമന്യം സർവർക്കും സ്വാഗതം. നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മളെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. 9562 2341 എന്നുള്ള നമ്പറിലാണ് നമ്മൾ സമീപിക്കുക. വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ എത്ര വലിയ പ്രശ്നങ്ങളും നേരിട്ട് വരാതെയും നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട്, പരിഹാരം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം ചെയ്യുന്നുണ്ട്. എത്ര വലിയ ഇളകുന്ന കേസുകളും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷയം, ഇന്നത്തെ വിഷയം ഓരോ ഒഴിവുകൾ കൊണ്ടാണ് നമ്മൾ വീഡിയോ എപ്പോഴും ചെയ്യാത്തത്. നമ്മൾ ഗ്യാപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ പലവരും വാട്സപ്പിലും വന്നുകൊണ്ടും ഫേസ്ബുക്കിലും ഇതിലൊക്കെ വന്നുകൊണ്ടും അതുപോലെ നമ്മൾ അവരെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കലും പരിഹാരം ചെയ്യലും ഒക്കെ ആയിട്ട് നമുക്ക് തിരക്ക് കൊണ്ടാണ് വരാത്തത്. അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ പലവരും നമ്മളെ സമീപിക്കുന്ന ഓരോ വിഷയത്തിനെക്കുറിച്ചും നമ്മുടെ അനുഭവത്തെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരിൽ കാണപ്പെടുന്ന ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും പറയുന്ന വീഡിയോ നമ്മൾ ഇടുന്നില്ല. നമ്മളെ അടുത്ത് സമീപിക്കുന്ന കേസുകൾ നമുക്ക് അതിൽ നമ്മൾ ചെയ്തു കൊടുത്തുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എന്തെങ്കിലും പിടിച്ചിട്ടിടുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വിഷയം മാത്രമാണ്, ഒരേ വിഷയത്തിനെ കുറിച്ചിട്ട് നമ്മുടെ അനുഭവത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ എടുക്കുന്നത് ഗർഭം ധരിക്കാത്തതും അതുപോലെ തന്നെ ഗർഭം അലസി പോകുന്നതിൻ്റെ കാര്യങ്ങൾ. അതിൻ്റെ പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. പൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, മറ്റുള്ള രീതികളൊന്നല്ല. പൈശാചികമായിട്ടും സഹറും ശൈത്താനിത്വമായിട്ട് കാണപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചില സ്ത്രീകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട്, ഇപ്പോൾ നിങ്ങളൊക്കെ അറിവിൽ തന്നെ കാണും, വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ അറിവിലുണ്ട് 10-12 വർഷമൊക്കെ ആയിട്ടും ഗർഭമില്ല, ഗർഭിണി ആവുന്നില്ല എന്നുള്ള കേസുകൾ വരുന്നുണ്ട്. പലവരും കുറേ ഡോക്ടർമാരെ കാട്ടിയിട്ടും യാതൊരു രക്ഷയില്ല. അവർ ചികിത്സിച്ച് മടുത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ പൈശാചികമായിട്ടുള്ള മറ്റുള്ള കേസിനും അങ്ങനെ തന്നെ കുറേ ചികിത്സിക്കുമ്പോൾ ഒരു മടുപ്പ് വരും, വിശ്വാസം നഷ്ടപ്പെടലൊക്കെ വരുമല്ലോ, എത്തേണ്ടടുത്ത് എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഗർഭം ധരിക്കാത്തതിൻ്റെ കാരണവും അതുപോലെ ചില ആൾക്കാർ നമ്മളെ സമീപിക്കാറുണ്ട്. നിങ്ങളൊക്കെ അറിവിൽ കാണുമല്ലോ, ഗർഭം ധരിക്കാത്തതും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഗർഭം ധരിക്കാത്തവർ, അതുപോലെ ഗർഭം ധരിച്ചിട്ട് അലസി പോകുന്നവർ. 1-2 അല്ല, ചിലവർ പല പന്തിയും ഗർഭം ചുമന്നുണ്ടാവും, പക്ഷെ അത് അലസിപ്പോവും. ചിലവർ കുറേ കാലം ഗർഭം ആവാതെ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് ഗർഭിണിയായിട്ട് അത് അലസിപ്പോവും. ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കാരണം ഞങ്ങളാണ് നമ്മൾ പറയുന്നത്, ചുരുക്കി നമ്മൾ പറയുകയാണ്. ഇതിൻ്റെ കാരണം, ഗർഭം ആവാത്തതിൻ്റെ കാരണം ഈ മനസ്സസ് ഉണ്ടായതിന് ശേഷം അഥവാ പ്രായപൂർത്തിയായതിന് ശേഷമാണ് ഒരു സ്ത്രീ ഗർഭം ധരിക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണല്ലോ ഗർഭം ധരിക്കുള്ളൂ. അപ്പോൾ ഈ പ്രായപൂർത്തിയായ ഈ സ്ത്രീ മനസ്സസ് നിൽക്കുമ്പോഴാണ് ഗർഭം ഉണ്ടാകുന്നത്. പ്രായപൂർത്തിയായതിനു ശേഷമാണ് ഗർഭം ഉണ്ടാകുന്നത്. ആ പെണ്ണിൻ്റെ മനസ്സസ് ഗർഭം ഉണ്ടാവുന്നതോട് കൂടിയിട്ട് മനസ്സസ് അവിടെ നിൽക്കുന്നതോടുകൂടിയാണ് ഗർഭം ഉണ്ടാവുന്നത്. ആ മനസ്സസ് നിൽക്കില്ല. നിൽക്കാതിരിക്കുന്നത് പല പൈശാചികമായി ശൈത്താന്മാർ കയറിയിട്ട്, ദുർമൂർത്തികൾ കയറിയിട്ട് ചോര കുടിക്കുന്ന ഇതുണ്ട്, ദുർമൂർത്തികളുണ്ട്. വൃത്തിയില്ലാത്ത മൂർത്തികളുണ്ട്. ദുർമൂർത്തികൾ തന്നെ 2 തരമുണ്ട്. സൽമൂർത്തി, ദുർമൂർത്തി, അങ്ങനെ വേറെ വിഭാഗം. അതിൽ ദുർമൂർത്തിയിലെ തന്നെ വൃത്തി കൂടിയ ആൾക്കാരും വൃത്തി കുറഞ്ഞ ആൾക്കാരും ഉണ്ട്. മനുഷ്യന്മാരിലും ഉണ്ടാവല്ലോ വൃത്തി കൂടിയ ആൾക്കാരും കുറഞ്ഞ ആൾക്കാരും.
എന്നതുമാതിരി തന്നെ അതിൽ ഈ വൃത്തി കുറഞ്ഞ മൂർത്തികളിൽപ്പെട്ട ഒരു ദുർമൂർത്തിയാണ് രക്തചാമുണ്ഡി എന്ന് പറയും. ഈ രക്തചാമുണ്ഡി ശരീരത്തിൽ കയറി ഈ ബ്ലഡ് കെട്ടി നിൽക്കുമ്പോഴാണ് ഗർഭമുണ്ടാകുന്നത്. ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ഗർഭം ചുമക്കുമ്പോൾ ആ മനസ്സസ്സാവുന്ന ബ്ലഡ് പിന്നെ അവിടെ കെട്ടി നിൽക്കും, മനസ്സസ്സാവില്ല. മനസ്സസ്സാവാതെ ആകുമ്പോഴാണല്ലോ മാസം മാസം മനസ്സസ്സാവുന്ന ഒരു സ്ത്രീ മനസ്സസ്സാവാതെ ആകുമ്പോഴാണ് ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീ ടെസ്റ്റ് ചെയ്യുക എന്ത് ഗർഭിണിയാണോ എന്ന് നോക്കാറ്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതിനിത് മനസ്സസ് ആവില്ല, അല്ല മനസ്സസ്സാവാതിരിക്കുമ്പോഴാണല്ലോ ഗർഭം ഉണ്ടാവുന്നത്. മനസ്സസ് ഈ ബ്ലഡ് അവിടെ കെട്ടി നിൽക്കില്ല. ബ്ലഡ് ഇന്നത്തെ മാതിരി തന്നെ മനസ്സസ്സായും കൊണ്ടേയിരിക്കും. കാരണം ഈ ബ്ലഡ് കുടിക്കുകയാണ്, അവിടെ കെട്ടി നിൽക്കാൻ സമ്മതിക്കില്ല, കുടിക്കും. പിന്നെ അതിനെ അവിടെ കെട്ടി നിന്നെങ്കിലല്ലേ ഗർഭിണിയാവുക. അത് നിൽക്കില്ല. മനസ്സസ് നിന്നാലല്ലേ നിൽക്കാൻ നിന്നിട്ട് ബ്ലഡ് ശരീരത്തിൽ നിൽക്കണം. മനസ്സസ് സാധാരണ നിന്നാൽ മാത്രം പോരാ, ശരീരത്തെ ബ്ലഡ് നിൽക്കണം. എന്നതിൻ്റെ ശേഷമാണ് ഗർഭം ഉണ്ടാവുക. പിന്നെ പ്രസവിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ബ്ലഡ് പോവുക. ഇസ്ലാമിൽ പറഞ്ഞാൽ നിഫാസ് എന്ന് പറഞ്ഞു, പ്രസവരക്തം. അത് പ്രസവിച്ചതിൻ്റെ ശേഷം പോവുക. അതുവരെ ഒരു ഗർഭിണിയായ പെണ്ണ് ബ്ലഡ് പോവില്ല. അല്ലാതെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ബ്ലീഡിങ് വരിക എന്ന് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ ബ്ലീഡിങ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ബ്ലഡ് ശരീരത്തിൽ നിൽക്കുന്ന ബ്ലഡിനെ കുടിക്കും. അങ്ങനെ കുടിക്കുന്ന കൊണ്ട് അത് നമ്മൾ അടുത്ത് കൂടുതൽ സമീപിച്ചത് കൂടുതൽ ഈ മൂർത്തിയുടെ സംഭവങ്ങളാണ്. ഏത് രക്തചാമുണ്ഡി. പല മൂർത്തികൾ കയറിയാലും സംഭവിക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ നമ്മൾ കാണപ്പെട്ടത് രക്തചാമുണ്ഡിയാണ് അത് കുടിക്കുന്നത്. വൃത്തി കുറഞ്ഞ മൂർത്തിയാണ്, അത് കുടിക്കും. അങ്ങനെ ഗർഭം ധരിക്കാതിരിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ ഗർഭിണി ഈ മനസ്സസ്സായ അഥവാ പ്രായപൂർത്തിയായ പെൺകുട്ടി, ചെറിയ കുട്ടികളും വലിയവരും എൻ്റെ അടുത്ത് വരുന്ന ഒരു അബദ്ധമുണ്ട്. അതുകൊണ്ടും ഗർഭം ചുമക്കാതിരിക്കും. ബ്ലഡ് കുടിക്കണം കൊണ്ടും മൂർത്തി കയറിയിട്ടും ഒരു മൂർത്തിയും കയറാതെ തന്നെ സംഭവിക്കുന്ന ഒരു പിഴവുണ്ട്. ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കുന്ന, ആരും ചെയ്യാതെ ഒരു മൂർത്തി വന്ന് നമ്മുടെ ശരീരത്തും കയറിയിട്ടില്ല, ഒരാൾ നമുക്ക് ചെയ്തിട്ടുമില്ല. എന്നിട്ട് പോലും നമ്മുടെ സ്വന്തം ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്ന ഒരു സംഭവമുണ്ട്. അഥവാ കൂടുതൽ പഴയ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അത് സംഭവിക്കുന്നത്. മൻസസ് തുണി, മൻസസിന് ഉപയോഗിക്കുന്ന തുണി ചിലവർ കഴുകിയിട്ടും കഴുകാതെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇടും. അത് പല പക്ഷികളും പാമ്പുകളും അതുമ്മെ സ്പർശിച്ച് അവരത് നക്കും. ഈ ജീവികൾ അങ്ങനെ നക്കും. ആ തുണിയുമ്മ നക്കി കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അങ്ങനെ തോന്നുമ്പോൾ അവരങ്ങനെ ചെയ്യുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് ചെയ്തത് ശരിയല്ല, ഇത് ഒരാൾ ഇത് വേറെ ഒരാൾ ഇട്ടത് കൊണ്ടല്ല ഇവർ ചെയ്തത്. അപ്പോൾ അവർക്കത് ഒരു ദേഷ്യം വെറുപ്പും അവർക്ക് തോന്നും. അവർ ശപിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ കാണുമ്പോൾ അത് നക്കും, പക്ഷേ പിന്നീട് അവർ അതിനെ ശപിക്കുമെന്നാണ്. അപ്പോൾ ഈ വ്യക്തിനെയാണ് ശപിക്കുന്നത്. ആ ശാപം കൊണ്ട് ഗർഭം ധരിക്കില്ല എന്നാണ് നമ്മൾ പല കണക്കുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ അവിടെ ഇവിടെ തുണി കഴുകിയത് ഒന്നും സംഭവിക്കുന്നുണ്ട്, കഴുകാത്ത അപ്പോൾ പ്രത്യേകിച്ച് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ എന്തെങ്കിലും പ്രാണികളും അതുപോലെ പല്ലികൾ ഓരോ ജീവികൾ അതും കൂടെ അരിച്ചു പോകുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങനെ നക്കുക, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പാമ്പിനാണ് അത് പവർ കൂടുതൽ. പാമ്പ് നക്കിയ 100% എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നമ്മൾ കുറച്ച് പറയാമെന്ന് മാത്രം. എന്തായാലും ഒരു 90% ഗർഭിണിയാവില്ല. 100 തന്നെ പറയാം, അത്രയും ഇതാണ്, ഗർഭിണിയാവില്ല. കാരണം പാമ്പ് നക്കിയ ശാപം വേഗം വരും, ശപിക്കുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകളൊക്കെ സൂക്ഷിക്കണം. ഇപ്പോഴൊക്കെ ഇപ്പോൾ കൂടുതൽ പേടുകളും ഇതൊക്കെ നോക്കണം ഉപയോഗിക്കുന്ന കാലങ്ങളാണ്. അല്ലാതെയും പല സാധനങ്ങളൊക്കെ സംവിധാനങ്ങളുള്ളതാണ്. ഇപ്പോഴൊക്കെ കുറവാണ് വരുന്നത്. എന്നാലും ഇപ്പോഴും തുണി ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ടാവും. അപ്പോൾ ഈ പേടാണെങ്കിലും നമ്മളങ്ങനെ അവിടെ ഇവിടെയും വലിച്ചെറിയത് കഴുകി വൃത്തിയാക്കിയിട്ട് പേട് കത്തിച്ച് കളയാം. അതാണ് ചെയ്യേണ്ടത്. അവിടെ ഇവിടെയും കൊണ്ടുപോയി ഇടുമ്പോഴാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗർഭം ധരിക്കാതിരിക്കും എന്നതാണ് നമ്മുടെ കാരണന്മാരായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതും നമ്മളെ മേൽ കണക്ക് നോക്കിയിട്ട് പലരും കണ്ടെത്തുന്നതും. ഐക്കല്ല് കെട്ടിയത് പൊട്ടിത്തെറിച്ച ചരിത്രം വന്നിട്ടുണ്ട് നമ്മുടെ അനുഭവത്തിൽ. നമ്മൾ സീരീസ് ചെയ്തിട്ട് ഐക്കലിട്ട് കൊടുത്തതാണ്. പിന്നെ നമ്മൾ ഐക്കല് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെ സമീപിച്ച് നമ്മളപ്പോൾ ഇത് എന്തോ പെട്ടെന്ന് ചാട്ട് പൊട്ടിത്തെറിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ രസമുണ്ട്. പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കണക്ക് നോക്കിയപ്പോൾ എന്താ
ചെറുപ്പം പെൺകുട്ടിയാണ് ഇങ്ങനെ സംഭവിച്ചതാണ്. അതിന് നമ്മൾ പിന്നെ മുട്ടറുത്ത് നമ്മൾ പിന്നെ ഏലസ് കെട്ടി കൊടുത്തു, ശരിയായി. ശാപം വന്നതാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുക, അതുകൊണ്ട് ഗർഭം ധരിക്കില്ല. അപ്പോൾ ശരീരത്തിൽ കയറിയിട്ട് ബ്ലഡ് കുടിച്ചിട്ട് കൊണ്ട് ബ്ലഡ് അവിടെ കെട്ടി നിൽക്കാത്തത് കൊണ്ട് ഗർഭം ധരിക്കാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വരുമ്പോഴും ഗർഭം ധരിക്കാതെ വരുന്നുണ്ട്. അതാണ് ഗർഭം ധരിക്കാതെ ഇരിക്കാനുള്ള കാരണം. പിന്നെ ഗർഭം അലസി പോകാനുള്ള കാരണം. അലസി പോകലും ഇങ്ങനെ ബ്ലഡ് കുടിക്കുന്നത് കൊണ്ട് സംഭവിക്കും. കാരണം ദേഹത്ത് കയറിയിട്ട് ഈ ബ്ലഡ് കെട്ടി നിൽക്കുന്ന ബ്ലഡ് കുടിക്കുമ്പോൾ അപ്പോഴുള്ള ഗർഭമാണ് അലസി പോകും. പക്ഷികളിത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗർഭം ധരിക്കാതെ പോകുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ധരിക്കാതിരിക്കാനും സാധ്യത കൂടുന്നു. പിന്നെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ബ്ലഡ് ദുർമൂർത്തികൾ കുടിക്കുമ്പോഴും അലസി പോകാനും സാധ്യത വരും. അതുപോലെ ഓരോരുത്തർ ചെയ്തത് കൊണ്ട് ഗർഭിണി ആവരുത്, അവനക്ക് ഇനി സന്താനങ്ങൾ ഉണ്ടാവരുത്, അവൻ്റെ തലമുറകളെ അടുത്തൊരു തലമുറ അവനക്ക് ഉണ്ടാവരുത്, ഇനി ഇതോടുകൂടി എൻ്റെ തലമുറ അവസാനിക്കണം, കുട്ടികൾ ഉണ്ടാവരുത് എന്ന് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലവർ ഗർഭം ധരിക്കാതെയും വരുന്നു. അതുപോലെ ധരിക്കുന്ന ഗർഭം അലസി പോകുന്നു. നമ്മൾ പല ആൾക്കാരുടെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ കണക്ക് നോക്കുമ്പോൾ കാണപ്പെടുന്നുണ്ട്. പല മതക്കാർക്കും സംഭവിക്കുന്നതാണ്. ഇതിന് മതം ജാതി മതമൊന്നുമില്ല, എല്ലാവർക്കും ആര് ചെയ്താലും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഗർഭം ധരിക്കുന്നില്ല ഉസ്താദേ എന്ന് പറയും. നമ്മൾ കണക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ചെയ്തതായിരിക്കും, ചിലപ്പോൾ മൂർത്തികൾ കയറിയതായിരിക്കും, അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭം അലസി പോകുന്നതും മൂർത്തി കയറിയിട്ട് ഇങ്ങനെ ബ്ലഡ് കുടിച്ചിട്ടും അതുപോലെ ഗർഭം ധരിക്കാൻ പറ്റാത്ത അവസ്ഥ ആക്കും, മൂർത്തികൾ ചെയ്യും. അതുപോലെ സാറ് ചെയ്തിട്ടും അലസി പോവുകയും ചെയ്യും, ഗർഭം ധരിക്കാതിരിക്കുകയും ചെയ്യും, അയാളെ പണിയും ചെയ്യും. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അലസി കളയുകയും ചെയ്യും. ഇങ്ങനത്തെ വരുന്നുണ്ട്. അപ്പോൾ പൈശാചികമായിട്ട് സഹറും ശൈത്താന് കൊണ്ടും ഗർഭം ധരിക്കുകയില്ല. ധരിച്ച ഗർഭത്തെ അലസി കളയാനും സഹറും ശൈത്താനും കൊണ്ടും പറ്റും എന്നതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ബ്ലഡ് ഇങ്ങനെ കുടിക്കുന്ന മൂർത്തികൾ, അതുപോലെ തന്നെ സ്ത്രീകൾ സൂക്ഷിക്കാതെ അവരുടെ അശ്രദ്ധ കൊണ്ടുവരുന്ന കാരണം കൊണ്ടും ഗർഭം ധരിക്കാതെ ഇരിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. സ്ത്രീകളൊക്കെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഗർഭം ധരിക്കാതിരിക്കുകയും ഗർഭം അലസി പോകുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ കുറേ ഡോക്ടർമാരെ കണ്ടിട്ട് യാതൊരു കാര്യമില്ല. ഗർഭം ധരിക്കാതിരിക്കണത് എനിക്ക് ചിലപ്പോൾ ശരീരപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാവും, അതിനെ ഡോക്ടറെ കാണിക്കാവുന്നതാണ്. ഡോക്ടറെ കാട്ടിയിട്ടും കുറേ കാശ് പോയി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെമാരുള്ള വഴിക്ക് തിരിയുക. ഗർഭം ധരിക്കാതിരിക്കാൻ സഹറോ ശൈത്താനിത്തുണ്ട് ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടർമാരെ കാട്ടിയിട്ട് ഭേദമില്ല എന്ന് കണ്ടാൽ നമ്മൾ ഈ വഴിക്ക് തിരിയുക. അപ്പോൾ ആ തടസ്സങ്ങളാണ് മാറ്റുക, ഗർഭം ഉണ്ടാവും. അതുമാതിരി അലസി പോകുന്നതിന് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഡോക്ടർമാരെ കാട്ടിയിട്ട് യാതൊരു കാര്യമില്ല. അലസി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രശ്നം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്നാൽ ചെറിയ കാര്യങ്ങളും കൊണ്ട് ശരീരപ്രകൃതിയിൽ കൊണ്ട് ചിലപ്പോൾ ഗർഭം ധരിക്കാൻ പറ്റാത്തൊരു പ്രശ്നങ്ങൾ വരും ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഇതനുസരിച്ച്. പക്ഷേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പൈശാചികമായിട്ട് തന്നെയാണ്. നമ്മുടെ അറിവനുസരിച്ച് പറയുകയാണ്, നമ്മളെ എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുകയാണ്. നമ്മുടെ വാപ്പ ഇതിന് ചികിത്സിക്കുന്ന ആളാണ്. നമ്മുടെ വാപ്പാടെ എത്തും ഇങ്ങനെ ഗർഭം ധരിക്കാത്ത കേസുകൾ വന്നിട്ടുണ്ട്, അതുപോലെ അലസി പോകുന്ന കേസുകൾ വന്നിട്ടുണ്ട്, നമ്മളെടുത്തും കുറേ കേസുകൾ വന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ പരിഹാരം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എന്നൊന്നും ഒരു കുഴപ്പമില്ലാതെ ആൾക്കാർ നമ്മൾ ചെയ്തിട്ട് ശരിയായി നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സമീപിക്കുക. മറ്റുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ സമീപിക്കുക. എന്ത് പ്രശ്നങ്ങൾക്കും നമ്മളെ സമീപിക്കാവുന്നതാണ്. നമ്മുടെ നമ്പറിൽ വിളിക്കുക, വാട്സപ്പിൽ വിളിക്കാം. നേരിട്ട് വരാതെയും വന്നിട്ടും ഒക്കെ നമ്മൾ നോക്കി പറയുന്നുണ്ട്, പരിഹാരം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.